ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ സ്ത്രീകൾ നമ്മുടെ സ്നേഹം നമ്മുടെ ഭർത്താക്കന്മാർ അർഹിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും അവർ പരിഗണിക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് പോലും പിന്നെ അവർക്ക് മുന്നിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. അതിലപ്പുറത്തേക്ക് ഒരു കനിവിന് വേണ്ടിയിട്ടും അവരുടെ മുന്നിലേക്ക് കൈകൂപ്പാൻ പാടില്ല. സ്വന്തം കാലിൽ ജീവിക്കാൻ കഴിയുന്ന ഉതകുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. നമുക്ക് ഏത് ജോലി, നമ്മൾ പഠിച്ചത് മാത്രമേ നമ്മൾ ചെയ്യൂ എന്നൊരു പിടിവാശിയിലേക്കൊന്നും പോകാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോടെങ്കിലും നമ്മൾ നീതി പുലർത്തുക എന്നൊരു സംഭവമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷൈനി എന്ന് പറയുന്ന കോട്ടയത്ത് നടന്നിട്ടുള്ള ഏറ്റുമാനൂർ നടന്ന ട്രെയിന് മുന്നിൽ ചാടി മരിച്ച 2 പെൺമക്കളെയും കൊണ്ട് ചാടി മരിച്ച ആ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവായിട്ടുള്ള വ്യക്തി നോബി ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് 28 ദിവസത്തിന് ശേഷം ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഈ ഒരു വാർത്ത കേട്ട സമയത്ത് ഭയങ്കരമായിട്ട് വേദന തോന്നി. വേദന തോന്നാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയാണ്, എത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും, എത്ര വലിയ മാരകമായിട്ടുള്ള കുറ്റം ചെയ്തു കഴിഞ്ഞാലും നല്ലൊരു വക്കീലും കുറച്ച് പണവും പിടിപാടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തെളിവുകളെ മാറ്റാനും മറിക്കാനും ഒക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പുഷ്പം പോലെ ഇറങ്ങി വരാൻ പറ്റും. സ്വാഭാവികമായിട്ടും പറ്റും. എത്രയോ കേസുകളുണ്ട്. നമ്മുടെ കോടതി മുന്നിൽ നോക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ വിധി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്താവനയൊക്കെ നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കെട്ടിച്ചമയ്ക്കുന്ന തെളിവുകളുടെ സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവുകളുടെ അഭാവത്തിലോ നമ്മുടെ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തുള്ള സാഹചര്യത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നീ സ്ത്രീകൾ, ഈ പറയുന്ന കണക്ക് പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം ഒരു കുടുംബജീവിതത്തിലേക്ക് പോകുക എന്നുള്ളൊരു കാര്യം. അതല്ലെങ്കിൽ മനസ്സിന് നല്ല കട്ടി ഉണ്ടാക്കിയെടുക്കുക എന്നൊരു സംഭവം. അതായത് ഈ പറയുന്ന നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ച് അതുപോലെ സ്നേഹിക്കണം, നമ്മളെ അതുപോലെ പരിഗണിക്കണം എന്നൊരു വിശ്വാസത്തിലൂടെ മാത്രം മുന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളത്. നമ്മൾ സ്നേഹം കൊടുക്കുക, നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ സ്നേഹിക്കുക, നമുക്ക് തിരിച്ചു കിട്ടുന്നതോ കിട്ടാത്തതോ നമ്മുടെ വിഷയമല്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് കൂടി ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞു മക്കൾ, നമ്മൾ ഈ പറയുന്ന കണക്ക് ഇപ്പം ഷൈനിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു 10-30 വയസ്സിൽ കൂടുതൽ അവർക്ക് കാണും. അപ്പോൾ അത്രയും വർഷത്തെ ഒരു ജീവിതം, ഒരു കാലയളവിൽ അവർ ജീവിച്ച് തീർന്നൊരു ജീവിതമുണ്ട്. അപ്പം കുറച്ചൊക്കെ ഈ പറയുന്ന ഏതെങ്കിലും ഇതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ അവർ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് നാളുകൾ മാത്രമാണ് ഈ ലോകം കണ്ടിട്ടുള്ളത്. അതിൽ എത്രത്തോളം അവർ സന്തോഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഉദരം വഴി നമ്മളിലേക്ക് എത്തിയ ആ കുഞ്ഞു മക്കളെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും, അത് അച്ഛനായാലും അമ്മയായാലും, ഇനിയിപ്പോൾ അമ്മ കളഞ്ഞിട്ട് പോണതോരുണ്ട്. അപ്പം അത് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് പോവാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ ശരി, അത് ചെയ്യാൻ ഇനി പറ്റില്ല എന്നൊരവസരത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് പോകും. നമ്മുടെ ഗവൺമെൻറ് അടക്കമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അപ്പം അങ്ങനെയെങ്കിലും ചെയ്യാന്നുള്ളത്, അതെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോട്ടെ എന്നൊരു സംഭവമാണ്. തോന്നിപ്പോയൊരു കാര്യമാണ്. ഇപ്പം ആ സ്ത്രീക്ക് എന്ത് കിട്ടി? അയാൾ നീ പോയി ചാവടി, നിന്റെ മക്കളെ കൊണ്ട് നീ പോയി ചാവടി എന്ന് പറഞ്ഞപ്പം, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ട സമയത്ത് അവർ കണ്ടെത്തിയ വഴി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു തുണിക്കടയിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ജോലിക്ക്, നമ്മളിപ്പോൾ നേഴ്സായിരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ നേഴ്സ് തന്നെ ആയി ജോലി ചെയ്യണം എന്നൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയൊക്കെയോ ജോലികൾ, ഏതൊക്കെയോ ജോലികൾ, അറ്റ്ലീസ്റ്റ് ഒരു 20,000 രൂപയെങ്കിലും മാസം സമ്പാദിക്കാൻ പറ്റുന്ന ജോലികളെ ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റുമായിരുന്നു ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ. അത് ആ ഒരു ജോലി മാത്രം എന്നൊരു ലെവലിലേക്ക് പോകുന്ന സമയത്താണ് ആ കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിലോ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് വീട് എടുത്തു കഴിഞ്ഞാലോ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുമായിരുന്നു. നമ്മളെ പരമാവധി ഒരാൾ ഇടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് മുക്തരായിട്ട് ഏറ്റവും കരുത്തോടെ മുന്നോട്ട് വരാൻ കഴിയും, അതാണ് നമ്മുടെ അതിജീവനം എന്ന് പറയുന്നത്. ആ അതിജീവനത്തെ ഒരാൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തലയും കുനിച്ച് അവർ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങ് അത് സമ്മതിച്ചു കൊടുത്ത് നമ്മുടെ ജീവൻ നശിപ്പിക്കുന്നത് നമ്മൾ പൊട്ടത്തരം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവനാണ് പോയത്. നമ്മുടെ ജീവൻ പോകാൻ ഇടയാക്കിയ ആൾക്കാരൊക്കെ ഇനിയും സുഖമായിട്ട് ജീവിക്കും. ഇപ്പം ഭയങ്കരമായിട്ട് ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവ് വേണ്ട എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര വേദന തോന്നി, അല്ലെങ്കിൽ കാമുകൻ വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് പോയി മരിക്കുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർക്ക് കാശും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുറച്ച് നാളുമല്ലോ ഈ കേസിന്റെ പിന്നാലെ തൂങ്ങും. അതിനുശേഷം അവർ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും. അവരുടെ ജീവിതത്തിലേക്ക് മറ്റ് സ്ത്രീകൾ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ വരും. അപ്പം ഇതൊന്നും മനസ്സിലാക്കാനുള്ള
ഒരു ചിന്തിക്കാനുള്ള, നമ്മൾ പറയത്തില്ലേ, എപ്പോഴും പറയത്തില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞിരിക്കുന്ന സമയത്ത്, ഒരുപാട് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതാണോ പെണ്ണോ ആവട്ടെ, എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ശരിയായിട്ടുള്ള രീതിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകില്ല. അത് നമ്മളെ കുഴിയിൽ വീഴ്ത്തിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന സിറ്റുവേഷനിൽ മാത്രം വേണം നമ്മൾ ഓരോ തീരുമാനങ്ങളും കൈക്കൊള്ളാൻ. ആ തീരുമാനങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ, നമ്മളെ ഫലപ്രാപ്തിയിൽ എത്തിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കുള്ളൂ. അപ്പം ഒരു സെക്കൻഡ് ചിന്തിച്ചാൽ മതിയായിരുന്നു, അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളെ അവരച്ഛന് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല, എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനൊരു അമ്മയാണ്, എന്നെ വിശ്വസിച്ച്, എന്നെ മാത്രം വിശ്വസിച്ച് വന്ന 2 കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ ഇനിയും ജീവിക്കാനുള്ള ഒരുപാട് കാലം മുന്നോട്ട്, ആ കുഞ്ഞുങ്ങളെ നേരെവണ്ണം പഠിപ്പിച്ചിരുന്നെങ്കിൽ അതൊക്കെ ജോലി മേടിച്ച് ഈ അമ്മയെ നോക്കുന്ന തരത്തിലേക്ക് എത്തുമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ജീവിതം, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം തട്ടിത്തെറിപ്പിക്കുന്നത് പോലെ മറ്റൊരു ജീവിതം, അത് ചെറുതോ വലുതോ എന്തോ ആവട്ടെ, ഒരു ജീവിതം തട്ടിത്തെറിപ്പിക്കാനുള്ള ഒരു അവകാശം, ഒരു സ്വാതന്ത്ര്യവും നമുക്കില്ല. അതൊക്കെ ഈ പറയുന്ന നമ്മളെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അതിന് നിൽക്കാതിരിക്കാന്നൊരു സംഭവമാണ് ഈ ഒരു വാർത്ത കേട്ട സമയത്ത് തോന്നിപ്പോയത്. ഇത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ സഫർ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടാവും, ഒരുപാട് കാണും. മരിച്ചാലോ എന്ന് തോന്നുന്ന സ്ത്രീകളുണ്ടാവും ഒരുപാട്. പക്ഷേ ഭർത്താവിൽ നിന്ന് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ആ ജീവിതം സഫർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകൾ കാണും. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തൊലച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല, ഒരിക്കലും തിരിച്ചു കിട്ടില്ല. വേദനകൾ കൂടി വരുന്ന സമയത്ത്, മാനസിക സമ്മർദ്ദങ്ങൾ കൂടി വരുന്ന സമയത്ത് നമ്മൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകും, നമ്മുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കാനുള്ള കാരണമുണ്ട്. അതുകൊണ്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ ഒറ്റയടിക്ക് എടുത്ത് തീർക്കുക എന്നുള്ളതാണ്. ഇനിയും ഈ പറയുന്ന കണക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ പഠിത്തമില്ലായ്മ ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ഈ പറയുന്ന ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട്. നമ്മളെ കൊണ്ട് എവിടെ പോയാലും ജോലി കിട്ടും. അപ്പം നമ്മുടെ സ്വഭാവം, നമ്മുടെ നിരീക്ഷണങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സ്റ്റാൻഡ് അത് ഉറച്ചു തന്നെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റൊരാൾ ഒന്നും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇനിയും ഓരോ സ്ത്രീകളും എടുക്കേണ്ട ഒരു ഘട്ടമാണിതെന്ന് പറയുന്നത്. അത് വൈകിപ്പോരുത്. ഇതിപ്പം ഞാൻ സ്ത്രീയുടെ വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഇതുപോലെ തന്നെ പുരുഷന്മാർ സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്ത്രീ പീഡിപ്പിക്കുന്നവരുണ്ട്, സ്ത്രീ ഹണി ട്രാപ്പിൽ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ അവിഹിതത്തിന് പോയിട്ട് പുരുഷന്മാരെ വേദനിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകളും വരുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ കേട്ടത്, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പോലും കാമുകനൊപ്പം ചേർന്ന് ഭർത്താവിനെ വെട്ടി 15 കഷ്ണങ്ങളാക്കി വീപ്പയിൽ സിമന്റ് ഇട്ട് മൂടിയ ഭാര്യയെ നമ്മൾ കാണുന്നുണ്ട്. അത് ലഹരി മരുന്നിന് അഡിക്റ്റഡ് ആയാലും ഇനി എന്തിന് അഡിക്റ്റഡ് ആയാലും അഡിക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് വേറൊരുത്തനുമായിട്ട് ചങ്ങാത്തം കൂടിയത് കൊണ്ട് തന്നെയാണല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഇത് ഏതൊരു ബന്ധങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. ആണായാലും പെണ്ണായാലും നമ്മളെ വേണ്ട എന്ന് തോന്നിടത്ത് ഒറ്റ സെക്കൻഡ് പോലും പിന്നെ നിൽക്കാൻ പാടില്ല. നമ്മൾ ഇനി മുന്നോട്ട് പോകണം. നമുക്ക് അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു ടൈം കാണും, ആ ടൈം ആകുമ്പോൾ നമ്മൾ പോകേണ്ട ഒരു കാര്യമാണ്. അതുവരെ നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുള്ള വഴികൾ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും തുറന്നു തരും.